ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാറുണ്ടോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? അവർ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടോ? അവർ പഠിപ്പിക്കുന്നുണ്ടോ? അത് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദ്യമായിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാറുണ്ടോ എന്ന് പറയുന്നതിന് ഡു ഐ ഹെൽപ്പ് യു ടു ലേൺ സ്പീക്ക് ഇംഗ്ലീഷ്. ഡു എന്ന വാക്കിനെ ആദ്യം പറഞ്ഞാൽ ചോദ്യമായി. ഇത്രയുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഡു ഐ ഹെൽപ്പ് യു ടു ലേൺ സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ ഡു യു ടീച്ച്. നിങ്ങൾ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ? ഡു യു ടീച്ച് വെൽ. നമ്മൾ കാണുന്നുണ്ടോ? ഡു വി മീറ്റ്. നമ്മൾ കാണുന്നുണ്ടോ? അതേസമയം ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, അദ്ദേഹം ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ അവിടെ ഒരാളെ കുറിച്ചാണ് പറയുന്നതില്ലേ, അതിനെ ഡസ് എന്ന വാക്കിനെ ആദ്യം പറയണം. ഡസ് ഹി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി. അദ്ദേഹം ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഓക്കെ. അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ ഡസ് ഷീ ട്രാവൽ എലോൺ. അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടോ? ഡസ് യുവർ ഫ്രണ്ട് ഹെൽപ്പ് യു. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഡസ് യുവർ മദർ പ്രിപ്പയർ പായസം. നിങ്ങളുടെ അമ്മ പായസം ഉണ്ടാക്കാറുണ്ടോ? ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്ന് പറയാൻ ഡു യു ആസ്ക് യുവർ ഡൗട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ലവ് യുവർ ഫാമിലി. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് മൈ വീഡിയോ. ഇംഗ്ലീഷ്